ഹായ് ഹലോ എല്ലാവർക്കും പവിത്രൻ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടുവച്ചത് നമ്മുടെ സുധാകരൻ മാഷ് വിക്രമിൻ്റെ കോളേജിൽ ചെന്ന് പ്രിൻസിപ്പാളുമായിട്ടൊക്കെ സംസാരിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ സാറ് വിക്രമിനെ കുറിച്ച് നല്ല ആളാണ്, റാങ്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും പിന്നെ കേസിലൊക്കെ അകപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് പറയുന്നുണ്ട് അവൻ അങ്ങനെ ചെയ്തതൊന്നുമല്ല, അവന് കുടുക്കിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പ്രിൻസിപ്പൽ പറയുന്നുണ്ട് എല്ലാ മാതാപിതാക്കളും മക്കളെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ പറയത്തുള്ളൂ സാർ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, ഞാൻ എപ്പോഴായിരുന്നാലും എൻ്റെ മക്കൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ, അല്ലാതെ മക്കളെ ന്യായീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സാറ് വന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എതിർ പാർട്ടിക്കാരിങ്ങനെ സച്ചി എന്ന് പറയുന്ന ആളാണ് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാറ് പറയുകയാണെങ്കിൽ പോലീസ് വന്നിട്ടുണ്ട്, അവർ സച്ചിയെ അറസ്റ്റ് ചെയ്യും, അപ്പോൾ സാറിൻ്റെ തീരുമാനം എന്താണ് അതാണ് അറിയിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ സാറൊന്ന് ആലോചിച്ചിട്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ച് പോലീസിനോട് ക്യാമ്പസിനകത്തോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് വരികയും സച്ചിയും ഗ്യാങ്ങിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ വേദയും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ ആ സംഭവമൊക്കെ അങ്ങനെ ആയി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വലിയൊരു നമ്മുടെ വിക്രം ജയിലിൽ പോകാൻ സാധ്യതയായ ഒരു കേസ് നടക്കുന്നത്. അപ്പം വേദ ചോദിക്കുന്നുണ്ട് എന്താണ് ആ കേസ്, എന്ത് പറ്റിയതാണെന്ന് പറയാം. അത് റിട്ടയർമെൻറ്റ് ഡേ ആണ്, നമ്മുടെ അച്ഛൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു, വിരമിക്കൽ ദിവസത്തിനന്ന് ഒരു ചെറിയ പരിപാടിയൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അച്ഛൻ പോയിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് മറ്റ് കുട്ടികളും അച്ഛനും മറ്റ് അധ്യാപകരും എല്ലാവരുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുധാകരൻ മാഷിനെ പൊന്നാടയൊക്കെ അണിയിച്ച് ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സുധാകരൻ മാഷിനെ 2-3 വാക്ക് പറയാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ളത് കുട്ടികളുമായിട്ടാണ്, അവരായിരുന്നു എൻ്റെ ജീവിതം, അവരെ ഞാൻ ഒരുപാട് അങ്ങോട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവരിൽ നിന്ന് ഞാനും പലതും ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് സാറ് പറയുന്നുണ്ട് സാറ് ഈ സ്കൂളിൽ ഗവൺമെൻറ് ജോലിയിൽ കയറുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിച്ചിരുന്നത് ഭിന്നശേഷിക്കാരായ ആളുകളിൽ കുട്ടികളെ ആയിരുന്നു. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഇതുപോലെ ഒരിക്കലും ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു, ഒരു കുട്ടികളുടെ കലാമത്സരം. അപ്പോൾ അതിൽ ഓട്ടപ്പന്തയത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ നിരന്ന് നിൽക്കുക, അവർ അതിന് വേണ്ട പരിശീലനമൊക്കെ കൊടുത്ത് ആ പരിപാടി പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മറിഞ്ഞു വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടി വന്ന് ഓടിക്കൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ആ ഓട്ടം മതിയാക്കി വരികയും വന്ന് ഈ കുട്ടീനെ സമാധാനിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും രണ്ടുപേരും കൂടെയൊക്കെ ഓടാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടികൾക്കിടയിലുള്ള അനുകമ്പ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ആ കുട്ടികളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പഠിച്ചു. അതുപോലെ പല പല കാര്യങ്ങളും എന്നിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ട്. ഇത്രയും വർഷത്തെ സാറിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ സാറ് പഠിപ്പിച്ച കുട്ടികളെല്ലാം പല പല പൊസിഷനുകളിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു കാര്യവും ഒക്കെ സാറ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് വേദിയിലിരിക്കുന്നവർക്കൊക്കെ നല്ല സന്തോഷവും ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വിക്രമും അതുപോലെ തന്നെ കമലയും സ്റ്റേജിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സുധാകരൻ മാഷ് പറയുന്നതൊക്കെ കേട്ട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അവരെല്ലാം ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ ആ സ്കൂളിൽ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നതാണ്. അപ്പോൾ പോലീസ് ജീപ്പ് വന്നിട്ട് പതുക്കെ പോലീസുകാർ നടന്ന് സാറിൻ്റെ പരിപാടി നടക്കുന്നിടത്തോട്ട് എത്തുന്നു. സാർ അതിനിടെ പ്രസംഗിച്ചുകൊണ്ടുമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2-3 പോലീസുകാരിങ്ങനെ വരികയും സ്റ്റേജിനകത്തേക്ക് കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പ്രസംഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന മറ്റ് പ്രധാന അധ്യാപകരോടും മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോലീസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷ് സംസാരമൊക്കെ അവസാനിപ്പിച്ച് കസേരയിൽ തിരിച്ചു വന്ന് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് അടുത്തിരിക്കുന്ന അധ്യാപകനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്തിനാണ് ഇവർ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് സുധാകരൻ മാഷിനെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നത് എന്തായാലും ഇവിടെ വെച്ച് പറയണ്ട സാർ, നമുക്ക് സ്റ്റാഫ് റൂമിലോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അത് സാരമില്ല, സാർ എന്തായാലും കാര്യം പറയൂ, അത് സാറിനെ ഒന്ന് ബാഗും മറ്റുമൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് SP ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു, സാറിൻ്റെ ഉള്ളൊരു ചെറിയ അന്വേഷണം നടത്തണം എന്നുള്ളത്, അതിനു വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് അന്വേഷിക്കണം, എന്തോന്ന് അന്വേഷിക്കുക, അത് സാറിൻ്റെ സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് പറയുന്നുണ്ട് ശരി എങ്ങനെ സ്റ്റാഫ് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷും മറ്റ് അധ്യാപകരും പോലീസും എല്ലാവരും നടന്ന് പോവുകയാണ്. അങ്ങനെ ആ സ്റ്റാഫ് റൂമിൽ എത്തിയതിന് ശേഷം സുധാകരൻ മാഷിൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട് ഇതിലെവിടെയാണ് സാറിൻ്റെ സീറ്റ്, സാറിൻ്റെ ബാഗൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ
നമ്മുടെ സുധാകരൻ മാഷ് ബാഗൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ നിന്ന് സാറിൻ്റെ ബാഗിൽ ഓരോ അറകളും ഒക്കെ പരിശോധിച്ചെടുത്ത് അവസാനം നോക്കുമ്പോൾ അകത്ത് ഒരു കവറിനകത്ത് കുറച്ച് ഹെറോയിൻ പൗഡർ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് അത് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സാറിനോട് ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ സാർ പറയും എന്തോ എനിക്കറിയില്ല, ഇതെൻ്റെ സാധനമല്ല എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എങ്ങനെ സാറിൻ്റെ ബാഗിൽ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഹെറോയിൻ സാറിൻ്റെ കയ്യിൽ വന്നു. സാറിന് ഇതിൻ്റെ ഒരു ബിസിനസ് ഇവിടെ ഉണ്ട്, കുട്ടികളിൽ ഇത് ഇവിടെ വ്യാപിപ്പിച്ച് കച്ചവടം നടത്തുന്ന ഒരു പരിപാടി കൂടെ സാറിലുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി SP ഓഫീസിൽ നിന്ന് അറിയിച്ചതാണ്. സാറിനെ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ, സാറിനോടുള്ള ബഹുമാനം കൊണ്ടാണ്, സാറിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാറിനോടുള്ള ബഹുമാനവും ആദരവും കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, എന്തായാലും സാർ സഹകരിച്ച് വരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിക്രമും പിന്നെ കമലയും ഒക്കെ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഓടി വന്ന് ഇതെല്ലാം സംഭവങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. ഉടൻ തന്നെ കമല അകത്തോട്ട് കയറി നമ്മുടെ പോലീസുകാരോടും ഒക്കെ പറയുന്നുണ്ട് ഒരിക്കലും മാഷ് അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് മാഷിനെ ആരും ചതിച്ചതാണ്, ഇത് മാഷിൻ്റെതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും ആരും ഒന്നും ഇതാക്കുന്നില്ല. അങ്ങനെ വല്ലാത്ത ഒരു ഇതിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വിക്രം ഓടിച്ചെന്ന് അച്ഛൻ്റെ നേർക്ക് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. നിന്നിട്ട് പോലീസുകാരോട് പറയും അച്ഛനെ ഇതിൽ കുറ്റക്കാരനാക്കണ്ട, അച്ഛനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയും. അപ്പോൾ ചോദിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് അച്ഛൻ്റെ ഇതല്ല, ഇത് എൻ്റേതാണ് എന്നിങ്ങനെ ഒരു വാക്ക് അവിടെ പറയുകയാണ്. അതോടുകൂടി ഇന്നത്തെ ആ രംഗം അങ്ങനെ തീരുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയത് വിക്രം സ്വയം കുറ്റം ഏറ്റെടുത്തതാണ് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് ഇനി വരുന്ന അടുത്ത എപ്പിസോഡുകളിൽ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് നല്ല രീതിയിൽ എന്താണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നാളെ നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.